ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. അതായത് ഫോർ ലൂപ്പ്, പിന്നെ വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഇത് മൂന്നിൻ്റെ സിൻറ്റാക്സും അതിന് ഓരോ എക്സാമ്പിൾസും പറഞ്ഞു. അപ്പോൾ കുറച്ച് ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നെസ്റ്റഡ് ലൂപ്പും കൂടി എടുക്കാം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബിലോ 28 ഉള്ള ഓഡ് നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഈവൻ നമ്പേഴ്സ് എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. സെയിം തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. അതെങ്ങനെയാണ് പറയുന്നത്? ഐ ഈസ് ഈക്വൽ ടു 2 പറഞ്ഞു, ഐ ലെസ് ദാൻ ഈക്വൽ ടു പിന്നെ എത്രയാണ് 20 പറഞ്ഞു. ഐ 2 വെച്ച് ഇൻക്രീസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഐ പ്ലസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു അല്ലേ? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ പ്രിന്റ് ഓഫ് %d/t ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിച്ചു അല്ലേ? അപ്പോൾ ഐയുടെ വാല്യൂ ബിഗിനിങ്ങിൽ 2 ആണ്, അത് പ്രിന്റ് ചെയ്യും അല്ലേ? അത് കഴിഞ്ഞ് നേരെ എവിടെയാണ് പോകുന്നത്? സ്റ്റെപ്പ് വാല്യൂവിൽ പോകും. ഐ 2 ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എത്രയായി? 4 ആയി അല്ലേ? കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും ഇതിനകത്ത് കയറിയിട്ട് 4 പ്രിന്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും? 2, അടുത്ത 4, ഗ്യാപ്പ് ഇട്ടിട്ട് 6, അങ്ങനെ ഏതുവരെ പ്രിന്റ് ചെയ്യും? 20 വരെ പ്രിന്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഇതിങ്ങനെ നമ്മളിപ്പോൾ 2 വെച്ച് ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 2 വെച്ച് ഇൻക്രീസ് ചെയ്യാമെന്നല്ലേ? അപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ ഈ അറിഞ്ഞൂടാത്ത സംഭവങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇതേ പോർഷൻ നമുക്കിപ്പോൾ എങ്ങനെ എഴുതാം? എങ്ങനെ മാറ്റി എഴുതാം? 4 ഐ ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നു. ബിലോ 20 എന്ന് പറയുമ്പോൾ നമുക്ക് 1ൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഐ ലെസ് ദാൻ ഈക്വൽ ടു 20, ഐ പ്ലസ് കൊടുത്ത് തന്നെ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കണ്ടീഷൻ ഇടുകയാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ പ്രിന്റ് ചെയ്താൽ മതി അല്ലേ? അങ്ങനെ ഒരു കണ്ടീഷൻ ഇട്ട് പോവുകയാണെങ്കിൽ എങ്ങനെ പറയും? ഇഫ് ഐ %2 ഈക്വൽ ടു 0 അല്ലേ? ഐ %2 എന്ന് പറയുമ്പോൾ എന്താണ്? റിമൈൻഡർ എടുക്കും അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കും. അപ്പം ഈവൻ നമ്പർ ആണെങ്കിൽ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടീഷൻ ചെക്കിംഗ് ആണ്, അതുകൊണ്ട് $= കൊടുക്കണം. അപ്പോൾ ഐ %2 ആണെങ്കിൽ എന്ത് പറഞ്ഞു? 0 ആണെങ്കിൽ പ്രിന്റ് ചെയ്യാൻ പറയുക അല്ലേ? പ്രിന്റ് ഓഫ് %d/t, ഐ പ്രിന്റ് ചെയ്യിപ്പിച്ചു അല്ലേ? അപ്പോൾ ഈ ഇഫിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റേ വരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ഇട്ടിട്ടില്ല അല്ലേ? അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ ബിഗിനിങ്ങിൽ 1 ആയി, കണ്ടീഷൻ ട്രൂ ആണ്. നേരെ ഇവിടെ ഒന്ന് എൻട്രിയിൽ വന്നു അല്ലേ? ലൂപ്പിൽ എൻട്രി ചെയ്തു. ഇത് ഈ കണ്ടീഷൻ ഫോൾസ് ആണ് അല്ലേ? ബിഗിനിങ്ങിൽ വന്നപ്പോൾ ഫോൾസ് ആണ്. ഫോൾസ് ആയപ്പോൾ ഇത് പ്രിന്റ് ചെയ്യില്ല, കാരണം ഈ ഇഫിനകത്താണ് ഈ പ്രിന്റ് ഓഫ് കിടക്കുന്നത്. പ്രിന്റ് ചെയ്യില്ല. നേരെ ഇവിടെ വന്നിട്ട് എന്തായി? ഇൻക്രീസ് ചെയ്ത് എത്രയായി? 2 ആയി. 2 ആയിട്ട് 2% 2 = 0, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? അടുത്ത 3 ആകുമ്പോൾ ഫോൾസ് ആവും, പ്രിന്റ് ചെയ്യില്ല. 4 ആകുമ്പോൾ വീണ്ടും ട്രൂ ആയി, പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോഴും നമുക്ക് സെയിം ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ലോജിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ചെയ്യണം. മനസ്സിലായി? ഇപ്പം നമുക്കിപ്പോൾ 1 to 20 വരെയുള്ള ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുവാണ് 100 പ്രിന്റ് ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 200 ഡിവിസിബിൾ ബൈ 7 പറയുവാണ്. ഡിവിസിബിൾ ബൈ 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണം അല്ലേ? 100 കഴിഞ്ഞ് 7 കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഈ നമ്പർ നമുക്കറിയാം അല്ലേ? 105 സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എങ്കിലും ഈ ഇതുപോലുള്ള വലിയ നമ്പേഴ്സ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതെങ്ങനെ പറയാം? വീണ്ടും നമ്മൾ അടുത്ത ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. 4 ഐ ഈസ് ഈക്വൽ ടു 100 പറഞ്ഞു, ഐ ലെസ് ദാൻ ഈക്വൽ ടു 200 വരെ പോകണം. ഐ പ്ലസ് തന്നെ കൊടുക്കാം. ഇതിനകത്ത് എന്താ പറയുക? ഇഫ് ഐ % ഏതുകൊണ്ടാണ് ഡിവിസിബിൾ ആവേണ്ടത്? 7 കൊണ്ട് അല്ലേ? 7 = 0 ആണോ നോക്കുക. ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറയണം? പ്രിന്റ് ഓഫ് %d/t എങ്ങനെ പറഞ്ഞു? ഐ പ്രിന്റ് ചെയ്യിപ്പിച്ചു. മനസ്സിലായോ? 4 ക്ലോസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താണ്? 7 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കും. 7 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എന്ത് പറയുകയാണ്? പ്രിന്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ എപ്പോഴൊക്കെയാണോ 7 കൊണ്ട് 100ൽ പ്രിന്റ് ചെയ്യില്ല, 1, 101, 102, 103, 104 വരെ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അതേസമയം 105 വരുമ്പം എത്രയായി? ഡിവിസിബിൾ ആണ് അല്ലേ? 105 വരുമ്പോൾ ഡിവിസിബിൾ ആണ്. അപ്പോൾ അത് പ്രിന്റ് ചെയ്യും. വീണ്ടും അടുത്ത 7 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യില്ല, കാരണം ഡിവിസിബിൾ അല്ല അല്ലേ? അപ്പോൾ എവിടെയാണോ ഡിവിസിബിൾ ആയി വരുന്നത്, അതായത് റിമൈൻഡർ 0 വരുന്നത്, ആ പോർഷനിൽ ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ എവിടെയൊക്കെയാണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? എങ്ങനെ കണ്ടീഷൻ കൊടുക്കണം എന്നുള്ളത്
നമ്മൾ അതിനകത്ത് നമുക്ക് ഫോറിനകത്തോ വയലിനകത്തോ ഡു വയലിനകത്തോ ഇത് ഈ സെയിം പ്രോഗ്രാം തന്നെ വയൽ വെച്ചും ഡു വയൽ വെച്ചും നമുക്ക് ചെയ്യാം അല്ലേ. ഇത് വയൽ വെച്ച് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും? വയൽ I less than equal to 200 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യണം. I is equal to എന്ത് പറഞ്ഞു? 100 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. സോറി, ഇവിടെ സെമിക്കോളൻ ഇല്ല. എന്നിട്ട് എന്താ പറഞ്ഞു? ഇവിടെ കണ്ടീഷൻ ഇട്ടു അല്ലേ. ഇഫ് I %7 ഈക്വൽ ടു 0 ആണോ നോക്കി അല്ലേ. കമ്പാരിസൺ ആകുമ്പോൾ ഡബിൾ ഈക്വൽ ടു ഇടണം. ഓക്കെ, എന്നിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. പ്രിന്റ് %d/t കൊടുത്തിട്ട് I പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇവിടെ വയൽ ക്ലോസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഡു വയൽ വെച്ച് എഴുതാം. എങ്ങനെ എഴുതും? സെയിം തന്നെയാണ്. ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? I ഇൻക്രീസ് ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ എന്താണ്? ഇൻഫിനിറ്റ് ലൂപ്പ് ആയി പോകും. I ചേഞ്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ലൂപ്പ് ആയി പോകും അല്ലേ. I ഇവിടെ 100ൽ നിന്ന് 101 ആവണ്ടേ. 101 ആവണമെങ്കിൽ നമ്മളിവിടെ I++ പറയണേ. ഇതിൽ ഈ ഇഫിനകത്ത് പ്രിന്റ് എഫ് മാത്രമേ വരുള്ളൂ. ഈ I++ എന്നുള്ളത് ഇഫിന് പുറത്താണ് വരേണ്ടത് കേട്ടോ. അത് ഇത് ഇഫിനകത്ത് കൊടുത്താൽ എന്താണ്? കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രമല്ലേ ഇൻക്രീസ് ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ കണ്ടീഷൻ ട്രൂ അല്ല, അപ്പോൾ അത് ഇൻക്രീസ് ആവുന്നില്ല. മനസ്സിലായി? അപ്പോൾ അപ്പോഴും ഇൻഫിനിറ്റ് ലൂപ്പിൽ കിടക്കും. അപ്പോൾ ഇത് ഈ സ്റ്റെപ്പ് വാല്യൂ എവിടെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം അല്ലേ. എവിടെയാണ് കൊടുക്കേണ്ടത് അത് നമ്മുടെ ലോജിക്കിനനുസരിച്ചിട്ട് മാറ്റുക. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് ഈ ഇഫിന് പുറത്ത് വേണം ഇത് കൊടുക്കാൻ. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇത് ഫോൾസ് ആണ്, പ്രിന്റ് ചെയ്യുന്നില്ല. ഇവിടെ വന്ന് I ഇൻക്രീസ് ആണ്. ഇൻക്രീസ് ആയിട്ട് വേണം നെക്സ്റ്റ് ടൈം കണ്ടിന്യൂ ചെയ്യാൻ അല്ലേ. അപ്പോൾ ഓരോ പ്രാവശ്യം അങ്ങനെ ചെയ്യണം. അപ്പോൾ സെയിം തന്നെ നമ്മൾ ഇവിടെ എങ്ങനെ കൊടുക്കുന്നു? 100 കൊടുത്തു, ഡു സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇഫ് I %7 അല്ലേ. I %7 ഈക്വൽ ടു 0 ആണോ നോക്കി. ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറയുന്നു? പ്രിന്റ് ചെയ്യാൻ പറയുന്നു അല്ലേ. %d/t കൊടുത്തിട്ട് I പ്രിന്റ് ചെയ്യിപ്പിച്ചു അല്ലേ. ഇതിനകത്ത് ഇഫിൽ ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇതിന് പുറത്ത് I ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വയൽ കണ്ടീഷൻ പറയണം. വയൽ I ലെസ് ദാൻ ഈക്വൽ ടു 200. ഇവിടെ സെമിക്കോളൻ ഉണ്ട്, മസ്റ്റായിട്ട് കൊടുക്കണം. മനസ്സിലായോ? ഇപ്പോൾ ഡു വയൽ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇവിടെ സെമിക്കോളൻ കൊടുക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ സമയം ഇവിടെയാണ് നമ്മൾ കൊടുത്തതെങ്കിൽ എന്താ പറ്റുമെന്ന് അറിയാം. ഇവിടെയാണ് സെമിക്കോളൻ നമ്മൾ മാറി ഇട്ടുപോയി എന്നുണ്ടെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ലൂപ്പ് ആയിരിക്കും. കാരണം ഈ വയലിൻ്റെ ബ്ലോക്കായിട്ട് എടുക്കില്ല ഇത്. I ഒരിക്കലും നമുക്ക് ഇൻക്രീസ് വരുന്നില്ല. കാരണം എന്താണ്? ഇവിടെ I എപ്പോഴും ഇങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഹാങ് ആയിട്ട് നിൽക്കും. നമുക്കൊരു ഡിസ്പ്ലേയിലൊന്നും കാണില്ല. മനസ്സിലായി? ഇതിന് ഔട്ട് ചെയ്ത് പുറത്തു വന്നാലല്ലേ ബാക്കി കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഇത് ഔട്ട് ചെയ്ത് പുറത്ത് വരില്ല. ഈ വയലിൽ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം 4ലാണെങ്കിൽ അങ്ങനെയല്ല വരുന്നത്. 4ൽ ആ ഇതിൽ തന്നെ നമുക്ക് സ്റ്റെപ്പ് വാല്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യുക? അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് ലാസ്റ്റ് വരെ മൂവ് ചെയ്യും. മനസ്സിലായോ? ലാസ്റ്റ് വരെ മൂവ് ചെയ്തതിന് ശേഷം പുറത്ത് വരും. അപ്പോൾ ഈ അങ്ങനെ ഫോർ ലൂപ്പിലാണ് നമ്മൾ സെമിക്കോളൻ കൊടുത്തെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ? ഇവിടെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 201 ആയിരിക്കും. ഓക്കെ, 201 ആകുമ്പോഴാണ് ഇതിൽ ഫോർ ലൂപ്പിൽ നിന്ന് ഔട്ട് ആവുന്നത്. അപ്പോൾ 201 ആകുമ്പോൾ ഫോർ ലൂപ്പിൽ നിന്ന് ഔട്ടായിട്ട് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ മാത്രം പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യില്ല. അത് കഴിഞ്ഞൊന്ന് ഇൻക്രീസ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കിയാൽ 201 കഴിഞ്ഞിട്ട് 202 എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. പക്ഷെ നമ്മുടെ യൂസേജ് അതല്ല. ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്ത് പ്രിന്റ് ചെയ്തതിന് ശേഷം വേണം ഇൻക്രീസ് ചെയ്യാൻ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിബൊനാച്ചി സീരീസ് അല്ലേ. ഫിബൊനാച്ചി സീരീസ് പറയുമ്പോൾ എങ്ങനെ പറയുന്നത്? 0 1 2 1 2 3 5 8 അങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇത് എങ്ങനെയാണ് വരുന്നത്? ഈ നമ്പേഴ്സ് എങ്ങനെയാണ് നമുക്ക് എടുക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ഈ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പർ. മനസ്സിലായോ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പർ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പർ. അതായത് തൊട്ട് പ്രീവിയസ് ഉള്ള ഓരോ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് നമ്പറായിട്ട് വരുന്നത്. മനസ്സിലായോ? 0 + 1 1 1 + 1 2 അല്ലേ. 1 + 2 3 അങ്ങനെ വരുന്നത്. അതാണ് എൻ്റെ ലോജിക്ക് വരുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതെങ്ങനെ വരുന്നത്? എങ്ങനെ ലോജിക്ക് എങ്ങനെ വരുന്നത്? ആദ്യം നമുക്ക് എപ്പോഴും നമ്മൾ പ്രോഗ്രാം കിട്ടുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടിൻ്റെ ഒരു കോളം വെച്ച് എഴുതുവാണെങ്കിൽ ഇപ്പം ഞാൻ A, B എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ കൊടുത്തു. പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് C എന്ന് പറയുന്ന അനദർ വേരിയബിൾ കൊടുത്തു. അപ്പോൾ ഇതിൽ ഏതൊക്കെയോ കുറേ നമ്പേഴ്സ് നമുക്ക് അസൈൻ ചെയ്യണം അല്ലെ, ഇനിഷ്യലൈസ് ചെയ്യണം. ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നു? ആദ്യം
എക്കകത്ത് -1ഉം ബിക്കകത്ത് +1ഉം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ -1ഉം +1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായി? 0 ആയി. ഔട്ട്പുട്ട് 0 ആയി. സി എന്ന് പറയുന്നത് എന്താണ്? A + B ആണ് ഞാനിവിടെ കൊടുക്കുന്ന കാൽക്കുലേഷൻ. എന്നിട്ട് ചെയ്യുന്ന എന്താണ്? ഈ ബിയുടെ വാല്യൂവിനെ എയിലോട്ട് അസൈൻ ചെയ്യുന്നു, സിയുടെ വാല്യൂവിനെ ബിയിലോട്ട് അസൈൻ ചെയ്യുന്നു. അപ്പോൾ എത്രയായി? 0 ആയി അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായി? 1 ആയി അല്ലേ? വീണ്ടും ഈ ബിയുടെ വാല്യൂവിനെ എയിലോട്ട് അസൈൻ ചെയ്യുന്നു, സിയുടെ വാല്യൂവിനെ ബിയിലോട്ട് അസൈൻ ചെയ്യുന്നു. 1 ആയി അല്ലേ? അത് കഴിയുമ്പോഴോ ഇത് 1 ആയി, ഇത് 1 ആയി. അപ്പോൾ ഔട്ട്പുട്ട് എന്തായി? 2 അല്ലേ? ഇവിടെ ഇത് 1 ആയി, അടുത്ത വാല്യൂ 2 ആയി. അപ്പോൾ ഔട്ട്പുട്ട് എന്തായി? 3. കണ്ടോ? അടുത്ത എങ്ങനെ വരും? ഇവിടെ 2ഉം ഇവിടെ 3ഉം വരും അല്ലേ? അപ്പോൾ 5. അടുത്തത് 3ഉം 5ഉം വരും. അപ്പോൾ 8 അല്ലേ? അതല്ലേ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട നമ്പേഴ്സ്. സപ്പോസ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു 10 ടേംസ് ആണ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു 10 ടേംസ് ആണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം വേരിയബിൾസ് ഒക്കെ ഇനിഷ്യലൈസ് ചെയ്യുക അല്ലേ? വേരിയബിൾസ് എക്കകത്ത് ഞാനിവിടെ പറഞ്ഞു ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് -1ഉം ബിക്കകത്ത് വാല്യൂ എന്ന് പറയുന്നത് 1ഉം കൊടുത്തു. എന്നിട്ട് സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഔട്ട്പുട്ടിന് വേണ്ടി കൊടുത്തു. 10 ടേംസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിഷ്യലൈസ് കൗണ്ടിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഫോർ ലൂപ്പിലാണെങ്കിൽ ഈ ഇനിഷ്യലൈസേഷൻ നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയാം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാൻ വൈൽ ലൂപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ പറയുന്നു? വൈൽ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് << 10 അല്ലേ? 10 ടേംസ് ആണ് പറഞ്ഞത് അല്ലേ? എന്നിട്ട് ഇവിടെ എന്താ പറയുക? സി ഈസ് ഈക്വൽ ടു A + B എന്ന് പറഞ്ഞു അല്ലേ? സി പ്രിന്റ് ചെയ്യാം. പ്രിന്റ് %d ഒരു /t കൊടുത്തു, എന്നിട്ട് സി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ സി പ്രിന്റ് ചെയ്തു. സി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെ വാല്യൂ ഇന്റർചേഞ്ച് ചെയ്യണം അല്ലേ? അപ്പോൾ എയിലോട്ട് ബിയുടെ വാല്യൂ വരെ അസൈൻ ചെയ്യാം, ബിയിലോട്ട് സിയുടെ വാല്യൂ അസൈൻ ചെയ്യാം, എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും അല്ലേ? കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കൗണ്ടറും കൂടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം അല്ലേ? നമുക്ക് ഒരു കൗണ്ടർ പ്രസ് ചെയ്ത് പോകുന്നില്ലേ? അപ്പോൾ ബിഗിനിങ്ങിൽ കൗണ്ടർ 1 ആണ്, സെക്കൻഡ് ടൈം വരുമ്പോൾ കൗണ്ടർ 2 ആവും. അങ്ങനെ 10 ടൈംസ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഒരു ലൂപ്പ് എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു? സി ഈസ് ഈക്വൽ ടു A + B എന്ന് പറഞ്ഞു, സം ചെയ്തു. ഇത് രണ്ടും കൂടെ സം ചെയ്ത് എന്ത് വന്നു? 0 എന്ന് വന്നു അല്ലേ? ആ 0 ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ വാല്യൂ ഇന്റർചേഞ്ച് ചെയ്യാനാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എയിലോട്ട് എന്ത് പറഞ്ഞു? ബിയുടെ വാല്യൂ അസൈൻ ചെയ്യുക, ബിയിലോട്ട് സിയുടെ വാല്യൂ അസൈൻ ചെയ്യുക. അപ്പോൾ എന്ത് വന്നു? 0ഉം 1ഉം വന്നു. 0ഉം 1ഉം വന്നിട്ട് കൗണ്ട് ഇൻക്രീസ് ചെയ്തു. കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ? സിയും ബിയും ആഡ് ചെയ്ത് ഇവിടെ വന്നു, സിയിൽ വന്നു. അപ്പോൾ 1 എന്ന് പ്രിന്റ് ചെയ്യും. 1 വാല്യൂ വന്നു, 1 പ്രിന്റ് ചെയ്തു. മനസ്സിലായോ? വീണ്ടും അത് വാല്യൂ ചേഞ്ച് ചെയ്ത് വരും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? ഫിബൊനാച്ചി സീരീസിൽ നമ്മൾ എഴുതുന്നത്. ഇത് തന്നെ നമ്മൾ ഡു വൈൽ വെച്ചിട്ട് എഴുതുവാണെങ്കിൽ എന്താ? വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല അല്ലേ? ഇതിൽ വരുന്ന ഡിഫറൻസ് എന്താണ്? ഇവിടെ ഡു സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഈ സെയിം സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്തു. വൈൽ എങ്ങനെ പറയും? വൈൽ I <= 10 പറഞ്ഞു കണ്ടീഷൻ. മനസ്സിലാവുന്നുണ്ടോ? സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതിനകത്ത് ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് വേറെ ചേഞ്ചോ വേരിയേഷനോ ഒന്നും വരുന്നില്ല. ഡൂവിൽ കയറി ഫസ്റ്റ് ടൈം ആഡ് ചെയ്തു, പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, എയുടെയും ബിയുടെയും വാല്യൂ ചേഞ്ച് ചെയ്തു, കൗണ്ടർ ഇൻക്രീസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ സെയിം തന്നെ നമുക്ക് ഫോർ ലൂപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം അല്ലേ? ഫോർ ലൂപ്പ് വെച്ച് എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനിഷ്യലൈസേഷനൊക്കെ അവിടെ തന്നെ പറയാം. ഇവിടെ ഡിക്ലറേഷൻ മാത്രം ഇങ്ങനെ കൊടുത്ത് വേണമെങ്കിൽ പോവാം. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഐ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ പറയാം? ഫോർ ഇനിഷ്യലൈസേഷൻ എന്തൊക്കെയാണ് വരുന്നത്? ഐയുടെ വാല്യൂ 1 ഇനിഷ്യലൈസ് ചെയ്യുന്നു, കോമയാണ് കേട്ടോ. ഐയുടെ വാല്യൂ 1 ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്? കോമ, A is equal to -1, കോമ B is equal to 1, സെമികോളൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഐയിലെ കൗണ്ടർ ഇട്ട് വെക്കുന്നേ. I <= 10 പറഞ്ഞു, I ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു അല്ലേ? സോറി, സെമികോളൻ ഇല്ല. ഇതിനകത്ത് എന്താ പറഞ്ഞേ? C is equal to A + B പറഞ്ഞു അല്ലേ? പ്രിന്റ് എങ്ങനെ പറയാം? %d /t കോഡ്സ് ക്ലോസ് ചെയ്തു, കോമ ഇട്ടിട്ട് എന്താ പറയുക? സി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ? ഇത് കഴിയുമ്പോൾ എന്ത് കൊടുക്കണം? A is equal to B പറഞ്ഞു,
ബി ഈസ് ഈക്വൽ ടു സി പറഞ്ഞു അല്ലേ. ഇവിടെ ഐ പ്ലസ് പ്ലസ് കൊടുക്കണ്ട, കാരണം ഞാൻ ഇവിടെ സ്റ്റെപ്പ് വാല്യൂയിൽ ഐ പ്ലസ് പ്ലസ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ വൈൽ ലൂപ്പ് അല്ലെങ്കിൽ ഡു വൈൽ ലൂപ്പിൽ പറഞ്ഞ സെയിം പോലെ തന്നെ ഇവിടെ ചെയ്തു. പക്ഷേ ഇനിഷ്യലൈസേഷൻ മാത്രം ഇവിടെ ഫോർ ലൂപ്പിനകത്ത് കൊടുത്തു. അങ്ങനെ ചെയ്തു. ഇനിയിപ്പം നമുക്ക് ഈ സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ എങ്ങനെ പറയാം? ഈ സ്റ്റെപ്പ് വാല്യൂവിൽ പറയാം അല്ലേ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ ഫോർ ലൂപ്പ് എങ്ങനെ മാറ്റും? അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഫോർ ലൂപ്പ് എങ്ങനെ എഴുതാം? ഫോർ ഐ ഈസ് ഈക്വൽ ടു 1, എ ഈസ് ഈക്വൽ ടു കോമയാണ്, കോമ എ ഈസ് ഈക്വൽ ടു -1, കോമ ബി ഈസ് ഈക്വൽ ടു 1 അല്ലേ. എന്താണ് കണ്ടീഷൻ? ഐ ലെസ് ദാൻ ഈക്വൽ ടു 10. വീണ്ടും സെമിക്കോളൻ കൊടുത്തിട്ട് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് എഴുതുന്നത്. എങ്ങനെ പറയാം? ഐ ഇൻക്രീസ് ചെയ്യാൻ പറയും. പിന്നെ എന്താ പറഞ്ഞ? എ ഈസ് ഈക്വൽ ടു ബി, കോമ ബി ഈസ് ഈക്വൽ ടു സി. കണ്ട, ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഈ 4 എഴുതാം. അപ്പോൾ ഇതിനകത്ത് ഈ 2 സ്റ്റെപ്പ് മാത്രമേ ഇവിടെ വരുള്ളൂ. മനസ്സിലായി? ഈ ബ്ലോക്കിനകത്ത് ഈ 2 സ്റ്റെപ്പ് മാത്രമേ വരുള്ളൂ. കാരണം നമ്മൾ ഈ വരുന്ന വാല്യൂ ചേഞ്ച്, അതായത് ഇതും സ്റ്റെപ്പ് വാല്യൂ ആണല്ലോ. നമ്മൾ ഇൻക്രീസോ ഡിക്രീസോ അല്ല കൊടുക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? വാല്യൂ മാറ്റി കൊടുക്കുകയാണ് അല്ലേ. ഓരോ പ്രാവശ്യം വരുമ്പോഴും ബിയുടെയും സിയുടെയും വാല്യൂ, എയുടെയും ബിയുടെയും വാല്യൂ എടുത്ത് മാറ്റിയിട്ട് ബിയും സിയും അതിലോട്ട് അസൈൻ ചെയ്യണം. അപ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് ഇങ്ങനെ പറയും. എന്തായാലും ഇത് സ്റ്റെപ്പ് വാല്യൂവിൽ വന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഐ ഇൻക്രീസ് ചെയ്യും, എയിലോട്ട് ബിയുടെ വാല്യൂ അസൈൻ ചെയ്യും, ബിയിലോട്ട് സിയുടെ വാല്യൂ അസൈൻ ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റെപ്പ് വാല്യൂവിനിടയ്ക്ക് കോമയാണ്, ഈ ഇനിഷ്യലൈസേഷൻ ഇടയ്ക്ക് കോമയാണ്. അപ്പോൾ ഈ ഹോൾ ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞ് സെമിക്കോളൻ കൊടുക്കുക, കണ്ടീഷൻ കൊടുക്കുക, സ്റ്റെപ്പ് വാല്യൂ, വീണ്ടും സെമിക്കോളൻ, സ്റ്റെപ്പ് വാല്യൂ. മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റെപ്പ് വാല്യൂ കൊടുക്കുന്നതിനിടയ്ക്കും എന്താണ് കൊടുക്കേണ്ടത്? കോമ കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ സെമിക്കോളൻ കൊടുക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായി? അപ്പം ഈ 2 സ്റ്റെപ്പ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ കൊടുക്കാം. സ്റ്റെപ്പ് വാല്യൂയിൽ ആ പാർട്ടിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം 4ൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. മനസ്സിലായോ? മോർ ദാൻ 1 സ്റ്റെപ്പ് വാല്യൂ, മോർ ദാൻ 1 ഇനിഷ്യലൈസേഷനോ നമുക്ക് ലൂപ്പിനകത്ത് കൊടുക്കാം. അതുപോലെ കണ്ടീഷന് മൾട്ടിപ്പിൾ കണ്ടീഷൻ കൊടുക്കാം. മൾട്ടിപ്പിൾ കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് കൊടുക്കണം? ആൻഡ് അല്ലെങ്കിൽ ഓർ ഓപ്പറേറ്റർ ഇട്ടിട്ട് അതിനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരേണ്ടത് അതനുസരിച്ചിട്ട് പിന്നെ ആൻഡ് ആണോ ഓറാണോ ഏതാ വേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ അല്ലേ? ഇത്ര മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവമാണ് അല്ലേ, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നമ്പർ റിവേഴ്സ് ചെയ്യാനല്ലേ. അത് എല്ലാ എക്സാമ്പിളിലും എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ കാണുന്നതാണ്. എന്നാലും നമുക്കൊന്നത് ഓടിച്ചൊന്ന് പറഞ്ഞു പോവാം. കാരണം അങ്ങനെയുള്ള കേസുകൾ നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഒരു പിന്നെ നമ്പറിനെ റിവേഴ്സ് ചെയ്യുക. സപ്പോസ് ഞാനിപ്പോൾ റീഡ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 153 ആണെന്ന് വയ്ക്കും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റൈറ്റ് ചെയ്യണം? 351 എന്ന് പ്രിന്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? മെയിൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ, ഇൻഡ് മെയിൻ എന്ന് കൊടുത്തു അല്ലേ. ഇൻഡ് മെയിൻ, അതിനകത്ത് എന്താ ചെയ്യേണ്ട? വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക അല്ലേ. ഇൻഡ്, പിന്നെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നമ്പർ n എന്ന് പറയുന്ന വേരിയബിൾ വേണം, റിവേഴ്സ് ചെയ്യാനൊരു വേരിയബിൾ വേണം, ഇൻ്റർചേഞ്ചിനൊരു വേരിയബിൾ വേണം അല്ലേ. അപ്പോൾ റിവേഴ്സ് ചെയ്യുന്ന നമ്പറിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യും. ഓക്കെ, റിവേഴ്സ് ചെയ്യുന്ന നമ്പറിനെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം. അപ്പോൾ ഇനി ചെയ്യുന്ന എന്താണ്? അടുത്തത് പിന്നെ നമ്പർ റീഡ് ചെയ്യണം അല്ലേ. പ്രിന്റ് എഫ് %d, നമുക്ക് ആദ്യം ഒരു പ്രോംപ്റ്റിംഗ് മെസ്സേജ് കൊടുക്കാം അല്ലേ. എന്താണ്? എൻ്റർ എ നമ്പർ എന്നും പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റിംഗ് മെസ്സേജ് കൊടുത്തു. അതിനെ നമുക്ക് റീഡ് ചെയ്യണം. സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യുക. സ്കാൻഎഫ് %d, ഇതിനകത്ത് സ്പേസോ അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. കോമ ഇട്ടിട്ട് &n പറഞ്ഞു അല്ലേ. റീഡ് ചെയ്തു. & എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് അഡ്രസ് ഓപ്പറേറ്റർ ആണ്. ആ വാല്യൂ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യണം അല്ലേ. വൈൽ എന്താണ് കണ്ടീഷൻ? n > 0 ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലേ. അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലാസ്റ്റ് നിന്നുള്ള ഡിജിറ്റ്സിനെ നമ്മൾ പിക്ക് ചെയ്യുവാണ്. മനസ്സിലായോ? ഇപ്പം നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് ഇപ്പം 153 ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ 3 പിക്ക് ചെയ്യാം. മനസ്സിലായോ? ആ 3 പിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 3 നമ്മൾ കളയണം അല്ലേ. കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 5 പിക്ക് ചെയ്യാൻ പറ്റും. മിഡിലിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കും. ഓക്കെ,
10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കുമ്പം എത്ര കിട്ടി? 15, റിമൈൻഡർ 3 കിട്ടി. അപ്പോൾ 3 വന്നു. ആ 3യുടെ കൂട്ടത്തിലാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള അടുത്ത 5 എക്സ്ട്രാക്ട് ചെയ്യുക, ആഡ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും? n എന്ന് പറയുന്ന വേരിയബിള് ഉണ്ട്, ഒരു ടെമ്പററി വേണം, റിവേഴ്സ് ചെയ്യുന്ന നമ്പർ വേണം. ഓക്കെ, ബിഗിനിങ്ങിൽ ഈ റിവേഴ്സ് നമ്പർ എന്ന് പറയുന്നത് 0 ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ എന്താ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ കിടക്കുന്ന വാല്യൂ 153 ആണെങ്കിൽ ഈ ടി എന്ന് പറയുന്നത് എന്ത് കൊടുക്കുന്നു? n% 10 ആണ് ഞാൻ കൊടുക്കുന്നത് കാൽക്കുലേഷൻ, അല്ലേ? അപ്പോൾ n% ടി 10 പറയുമ്പം എന്ത് ചെയ്തു? 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുത്തു, അല്ലേ? അത് കഴിഞ്ഞ് 6-ന് ഇപ്പോൾ ഞാൻ ബിഗിനിങ്ങിൽ 0 ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഞാൻ എന്താ കൊടുക്കുന്നത്? r = r × 10 + t എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ബിഗിനിങ്ങിൽ r-ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ 0 × 10 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 0 വന്നു. 0 പ്ലസ് ഈ ടിയുടെ വാല്യൂ 3. അപ്പോൾ എത്ര വന്നു? ഇവിടെ r-ൽ 3 വന്നു, അല്ലേ? ഇനിയിപ്പോൾ ഈ 3 നമുക്ക് കളഞ്ഞാലേ അടുത്ത 5 പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? n = n / 10 പറയും. അപ്പോൾ എന്താ ചെയ്യാം? n / 10 എന്ന് പറയുമ്പോൾ എത്ര വരും? 15.3 ആണ് വരുന്നത്, അല്ലേ? 15.3 എന്ന് പറയുമ്പോൾ ഇത് നോർമൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എന്തായിട്ടാണ്? ഇൻറ്റിജർ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ ഡെസിമൽ വാല്യൂ എടുക്കില്ല, മനസ്സിലായോ? അപ്പോൾ ഈ നമ്പർ എന്തായി? 15 ആയി, അല്ലേ? നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ എന്താണ്? n > 0 ആണ് കണ്ടീഷൻ കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഈ ലൂപ്പ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ n-ന്റെ വാല്യൂ എന്തായി? 15 ആയി, അല്ലേ? എന്നിട്ട് വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കും. അപ്പോൾ എത്ര കിട്ടി? 5 കിട്ടി, അല്ലേ? അപ്പോൾ ഇപ്പോഴും r-ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്, അല്ലേ? അപ്പോൾ 3 × 10 എത്രയായി? 30. 30 പ്ലസ് ടി എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. അപ്പോൾ 30 പ്ലസ് ടി എത്ര വന്നു? 35 വന്നു. ഓക്കെ, വീണ്ടും ഈ n-നെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 1.5 വന്നു റിമൈൻഡർ, അല്ല സോറി, ഡെസിമൽ വാല്യൂ കളയും. അപ്പോൾ അതിൻ്റെ വാല്യൂ 1.5 എന്നുള്ളതിൽ 0.5 കളഞ്ഞിട്ട് വാല്യൂ എന്തായി? 1 ആയി. ഇപ്പോൾ n-ന്റെ വാല്യൂ എന്താണ്? 1 ആണ്, അല്ലേ? n% 10 പറയുമ്പോൾ എന്താണ്? 0 റിമൈൻഡർ 1 ആണ് വരുന്നത്, അല്ലേ? 0 റിമൈൻഡർ 1 വന്നു. അപ്പോൾ എന്താ ഇവിടെ വരുമ്പം 35 ആണ്. 35 × 10 350 പ്ലസ് ടി 351. കണ്ടോ? വീണ്ടും ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 0.1 വരും. അപ്പോൾ ഈ 0.1 കളയും. കണ്ടീഷൻ എന്തായി? ട്രൂ ആയി. ഈ കണ്ടീഷൻ ട്രൂ ആയി. അപ്പോൾ സ്റ്റോപ്പ് ആവും, മനസ്സിലായി? അത് അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ കൊടുക്കും? ഇവിടെ ഈ സെയിം സ്റ്റെപ്പ് ഇവിടെ പറയണം, അല്ലേ? എങ്ങനെ പറയാം? t = n% 10 പറഞ്ഞു. പിന്നെ r = r × 10 + t പറഞ്ഞു. n = n / 10 പറഞ്ഞു. ഓക്കെ, വീണ്ടും ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. ഏതുവരെ ചെയ്യും? n 0 ആകുന്നിടം വരെ ചെയ്യും, അല്ലേ? n 0 ആയി കഴിഞ്ഞാൽ ഇതിന് പുറത്ത് വരുമ്പോൾ നമുക്ക് എന്താണ്? printf എന്താണ് റിവേഴ്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഒക്കെ കൊടുത്ത് %d ഇട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കും. r എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് റിവേഴ്സ് ചെയ്ത വാല്യൂ അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും, മനസ്സിലായി? അപ്പോൾ അതിൻ്റെ ലോജിക്ക് വരുന്നത് ഇതാണ്. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. മനസ്സിലാവുന്നുണ്ടോ? നമ്പർ റീഡ് ചെയ്തു. ഇതിനകത്ത് എന്താണ് കണ്ടീഷൻ? n > 0 ആണ് കണ്ടീഷൻ. ഓരോ പ്രാവശ്യവും ലാസ്റ്റ് ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ള പൊസിഷൻ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതാണ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ റിമൈൻഡർ എടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടി, അല്ലേ? ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്തു? r-നെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനിഷ്യലൈസ് ചെയ്തു. അത് കഴിഞ്ഞ് എന്താ ചെയ്തത്? അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ടി ആഡ് ചെയ്തു. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബിഗിനിങ്ങിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? r-ന്റെ വാല്യൂ 0 ആണ്, അല്ലേ? 0 പ്ലസ് ടി എന്തായി? 0 പ്ലസ് ടി എന്ന് പറയുമ്പോൾ എന്ത് വന്നു? പിന്നെ ടിയുടെ വാല്യൂ ബിഗിനിങ്ങിൽ 3 ആണ്, അല്ലേ? അപ്പോൾ ഇപ്പോൾ r-ൽ എന്ത് വന്നു? 3 വന്നു. എന്നിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ റിമൈൻഡർ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്യണം. അതാണ് ഡിഫറൻസ്. ഡിവൈഡ് ചെയ്യുമ്പോൾ 15.3 ആയി. അപ്പോൾ ഇത് ഇൻറ്റിജർ ആയതുകൊണ്ട് 0.3 കളയും. അപ്പോൾ എത്ര കിട്ടി? 15 കിട്ടി, മനസ്സിലായോ? അങ്ങനെ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യും. ഏതുവരെ ചെയ്യും? n-ന്റെ വാല്യൂ 0 ആകുന്നിടം വരെ ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ നെസ്റ്റഡ് ലൂപ്പ് പറയാം.
ഇതിൻ്റെ കുറച്ച് പ്രോഗ്രാംസ് കൂടെ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പോർഷനൊക്കെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം പ്രോഗ്രാംസ് എല്ലാം കൂടെ ചെയ്യാം കേട്ടോ. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നെസ്റ്റഡ് ഇഫ് പറഞ്ഞല്ലേ. നെസ്റ്റഡ് ഇഫ് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? ഒരു ഇഫിനകത്ത് അനദർ ഇഫ് വരുന്നതിനാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് പറഞ്ഞത്. സെയിം തന്നെയാണ്, ഒരു ലൂപ്പിനകത്ത് അനദർ ലൂപ്പ് വരുന്നതിനാണ് എന്ത് പറയുന്നത്? നെസ്റ്റഡ് ലൂപ്പ് പറയുന്നത്. ഇപ്പം അത് വൈലായാലും ഡു വൈലായാലും ഏതായാലും നമുക്ക് എഴുതാം. വൈൽ, ഇവിടെ നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞു, മനസ്സിലായോ? കണ്ടീഷൻ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു. ഇതിനകത്ത് എഗെയിൻ അനദർ ഒരു വൈൽ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റോ അതും അല്ലെങ്കിൽ ഒരു ഫോർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റോ നമുക്കിവിടെ എഴുതാം. മനസ്സിലായോ? ഇവിടെ ഇങ്ങനെ സ്റ്റെപ്സ് എഴുതി ക്ലോസ് ചെയ്യും. കണ്ടോ? ഒരു വൈലിനകത്ത് വേണമെങ്കിൽ ഡു വൈൽ എഴുതാം, ഒരു വൈലിനകത്ത് ഫോർ ലൂപ്പ് എഴുതാം. മനസ്സിലായോ? അതിലൊരു ഫോർ ലൂപ്പ് ബ്ലോക്കിനകത്ത് വൈലോ അല്ലെങ്കിൽ ഡു വൈലോ ഏത് വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ ഒരു ഫോർ ലൂപ്പിനകത്ത് ഫോർ ലൂപ്പ് തന്നെ എഴുതാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അങ്ങനെ ഏത് ഇത് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പിന്നെ നെസ്റ്റഡ് ആയിട്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാമേ. എക്സാമ്പിൾ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൊടുക്കുവാണ്. എനിക്കിപ്പോൾ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു. ഇവിടെ വന്നപ്പോൾ 2 സ്റ്റാറായി, ഇവിടെ വന്നപ്പോൾ 3 സ്റ്റാറായി, ഇവിടെ വന്നപ്പോൾ 4 സ്റ്റാറായി, അടുത്തതിൽ 5 സ്റ്റാറായി. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ എനിക്കൊരു കുറച്ച് സ്റ്റാർ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കിട്ടണം. ആസ്ട്രിക്സ് പ്രിന്റ് ചെയ്ത് കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കിട്ടണം അല്ലേ? അപ്പം നമുക്ക് അതിന് മുമ്പ് ലൂപ്പിംഗ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ഞാനിവിടെ കൊടുക്കുകയാണ് ഇവിടെ ഒരു ഇനിഷ്യലൈസേഷൻ പറഞ്ഞു, i is equal to 0 പറഞ്ഞു, i less than 10 പറഞ്ഞു, i++ പറഞ്ഞു, i less than 5 കൊടുത്തോ, i++ പറഞ്ഞു. ഇതിനകത്ത് ഇന്നറായിട്ടൊരു ലൂപ്പ് ഞാൻ കൊടുക്കുവാണ്. ഇപ്പം ഇതിൻ്റെ എല്ലാം പറയുന്നത് ഞാൻ ഇതിൻ്റെ കൺട്രോൾ എങ്ങനെ മൂവ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. j is equal to 0, j less than 5, j++ പറഞ്ഞു അല്ലേ? ഇതിനകത്ത് ഇപ്പോൾ പറയുവാണ് ഞാൻ പ്രിന്റ് ഓഫ് എന്താണ് ഒരു വേരിയബിൾ നമുക്ക് പറയാം, ഐ തന്നെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഐ പ്രിന്റ് ചെയ്യുകയാണ്, %d ഇട്ടിട്ട് ഇപ്പം ഐ ഞാൻ പ്രിന്റ് ചെയ്യുകയാണ്. ഒരു /t ഒക്കെ കൊടുക്കുക. /t വേണ്ട, ഒരു 2-3 സ്പേസ് ഇട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ ഐ പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ബിഗിനിങ്ങിൽ ഐയുടെ വാല്യൂ എന്തായി? 0 ആയി അല്ലേ? നമ്മളിങ്ങനെയല്ലേ പറയുന്നത്, ഫസ്റ്റിൽ ഇവിടെ ഇനിഷ്യലൈസേഷനിൽ വരുമെന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ട് നേരെ എന്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് കയറിയപ്പോൾ എന്താണ് വീണ്ടും എന്താ വരുന്നത്? ഒരു ഫോർ ലൂപ്പാണ്. അപ്പോൾ വീണ്ടും എവിടെ വരും? ഇതിൻ്റെ ഇനിഷ്യലൈസേഷൻ പാർട്ടിൽ വന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, ട്രൂ ആണോ നോക്കി അല്ലേ? ട്രൂ ആണോ നോക്കി. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഐ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഐ പ്രിന്റ് ചെയ്തിട്ട് വീണ്ടും ഈ കൺട്രോൾ എങ്ങോട്ടാണ് പോകുന്നത്? പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജെയിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ അവിടെ വേരിയേഷൻ വരുന്നില്ല. മനസ്സിലായോ? ജെ വേരി ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ എന്താ ചെയ്യാം? വീണ്ടും ഐ പ്രിന്റ് ചെയ്യും. അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ? സെക്കൻഡ് ടൈം വരുമ്പോഴും ഐ ആണ് പ്രിന്റ് ചെയ്യുന്നത്, ഐ ചേഞ്ച് ചെയ്യുന്നില്ല, 0 തന്നെയാണ്. വീണ്ടും വന്നു അല്ലേ? ജെ എത്രയായി? ഇപ്പോൾ ജെ 0, 1 കഴിഞ്ഞ് 2 ആയി. ജെ 2 ആയിട്ട് ഒന്ന് പ്രിന്റ് ചെയ്യും, 3 ആയിട്ടൊന്ന് പ്രിന്റ് ചെയ്യും, 4 ആയിട്ടൊന്ന് പ്രിന്റ് ചെയ്യും. 0 പ്രിന്റ് ചെയ്തു അല്ലേ? എന്നിട്ട് എന്താ ചെയ്യുക? വീണ്ടും 5 ആകുന്ന സമയത്ത് കണ്ടീഷൻ ഫോൾസ് ആയി അല്ലേ? കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്ത് ഇവിടെ പുറത്ത് വരും. ഈ ലൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പുറത്ത് പോകുന്നില്ല അല്ലേ? ഈ ഔട്ടർ ലൂപ്പിൽ നിന്ന് പുറത്ത് വരുന്നില്ല. അപ്പോൾ കൺട്രോൾ നേരെ എങ്ങോട്ടാ പോവാം? നേരെ ഇവിടെ വന്ന് ഐ ഇൻക്രീസ് ആവും. മനസ്സിലായോ? ഐ ഇൻക്രീസ് ആയി കഴിഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു, ട്രൂ ആണ്. വീണ്ടും ഇങ്ങോട്ട് റീ എൻട്രി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇനിഷ്യലൈസേഷൻ പാർട്ടിലാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ജെ വീണ്ടും എന്താവും? 0 ആവും. വീണ്ടും ജെ 0 to ഏത് വരെ മൂവ് ചെയ്യും? 4 വരെ മൂവ് ചെയ്യും. മനസ്സിലായോ? അതായത് 5 ടൈംസ് മൂവ് ചെയ്യും. അപ്പോൾ ഇപ്പം ഐയുടെ വാല്യൂ എത്രയാണ്? 0 മാറിയിട്ട് 1 ആണ്. 1. അപ്പോൾ ഐ 1 ആയിരുന്നുകൊണ്ട് തന്നെ ജെ എത്ര ടൈംസ് വർക്ക് ചെയ്യും? 5 ടൈംസ് വർക്ക് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അടുത്ത പ്രിന്റ് എന്ന് പറയുന്നത് ഞാനിവിടെ ന്യൂ ലൈനോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്താ കണ്ടിന്യൂസ് ആയിട്ട് പ്രിന്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? പ്രിന്റ് ഓഫ് ഒരു ന്യൂ ലൈൻ കൊടുക്കണം, /n കൊടുക്കണം. മനസ്സിലായോ? ഈ ലൂപ്പിനകത്ത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ന്യൂ ലൈൻ വന്നു. ന്യൂ ലൈൻ വന്നിട്ട് ഐ ഇൻക്രീസ് ചെയ്തിട്ട് 1 ആയി അല്ലേ? ഐ ഇൻക്രീസ് ചെയ്ത് 1 ആയി. ജെ എത്രയായി?
വീണ്ടും റീഇനിഷ്യലൈസ് ചെയ്ത് 0 ആയി. ഇവിടെ ഐ ഇൻക്രീസ് ചെയ്ത് 1 ആയി, ജെ റീഇനിഷ്യലൈസ് ചെയ്തിട്ട് 0 ആയി അല്ലേ. വീണ്ടും നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഐ ആണ്, അപ്പോൾ 1 പ്രിന്റ് ചെയ്യും. അപ്പോൾ ജെ 1 ആയിട്ട് വീണ്ടും ഐ പ്രിന്റ് ചെയ്യും, വീണ്ടും പ്രിന്റ് ചെയ്യും. കണ്ടോ, അങ്ങനെ ഒരു 5 ടൈംസ് വീണ്ടും ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. മനസ്സിലായി? ഇവിടെ വരുമ്പോൾ എന്താണ്, വീണ്ടും ന്യൂ ലൈൻ വരാൻ പറഞ്ഞു, അപ്പോൾ നെക്സ്റ്റ് ലൈനിൽ വരും. മനസ്സിലായോ? അപ്പോൾ ഈ ഇന്നർ ലൂപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ന്യൂ ലൈൻ കൊടുക്കുകയാണെങ്കിൽ ഇത് എത്ര ടൈംസ് പ്രിന്റ് ചെയ്യാൻ പറയുന്നോ അത് കഴിയുമ്പോൾ ന്യൂ ലൈൻ വരും. ഞാനിത് ഇവിടെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓരോ പ്രാവശ്യവും ന്യൂ ലൈൻ ഇട്ട് പ്രിന്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ ഇതെല്ലാം വേറെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ കൺട്രോൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഫോർമാറ്റ് എങ്ങനെ പ്രിന്റ് ചെയ്യും നോക്കാം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും 5 പ്രിന്റ് ചെയ്തു അല്ലേ. 1 1 1 1 2 2 2 2 2 ഇങ്ങനെ പ്രിന്റ് ചെയ്തു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല അല്ലേ. ഇവിടെ നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് റോ അല്ലേ. നമ്മളിവിടെ ഐ എന്ന് പറയുന്ന വേരിയബിള്, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് കോളം, അതായത് ജെ എന്ന് പറയുന്ന വേരിയബിൾ. 2 വേരിയബിൾ നമ്മൾ കൊടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലൈനിൽ ഒരു പ്രിന്റ്, സെക്കൻഡ് ലൈനിൽ 2 പ്രിന്റ്, മനസ്സിലായോ? തേർഡ് ലൈനിൽ 3 പ്രിന്റ്. അതാണ് ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പം നമ്മൾ എങ്ങനെ എഴുതും, ഈ ലൂപ്പ് എങ്ങനെ എഴുതും? 4 i is equal to 0 എന്ന് 1 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്നു അങ്ങനെ നോക്കാം അല്ലേ. i is equal to 1, i less than എത്ര ലൈൻ ഉണ്ട് ഇവിടെ? 5 ലൈൻ പറയുന്നുണ്ട്. അപ്പോൾ i less than equal to, കാരണം 1 നമ്മൾ കൊടുത്തപ്പോൾ less than equal to 5 പറഞ്ഞു, i ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതാണ് ഔട്ടർ ലൂപ്പ്. ഇനി ഇന്നർ ലൂപ്പ് എങ്ങനെ വരും? 4 j is equal to 1. ഓക്കെ, j less than equal to എത്ര ടൈംസ് പ്രിന്റ് ചെയ്യണം? റോ 1 ആകുമ്പോൾ ഒരു പ്രിന്റ്, റോ 2 ആകുമ്പോൾ 2 പ്രിന്റ് അല്ലേ. റോ എന്ന് ഞാൻ ഇവിടെ കൊടുത്തത് ഔട്ടർ ലൂപ്പാണ്, അതായത് ഐ എന്ന് പറയുന്ന വേരിയബിൾ. അപ്പോൾ റോ 3 ആകുമ്പോൾ 3 പ്രിന്റ്, അങ്ങനെ പോകുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ കൊടുക്കാം? ഐ ടൈംസ് ജെ പ്രിന്റ് ചെയ്യാന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ കണ്ടീഷൻ എന്താണ്? ജെ ലെസ് ദാൻ ഈക്വൽ ടു ഐ. മനസ്സിലായോ? അപ്പോൾ ജെയുടെ വാല്യൂ 1 ആകുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം എന്ത് ചെയ്യും? ഒരു പ്രിന്റ് ചെയ്യും. കാരണം എന്താ? ലെസ് ദാൻ ഈക്വൽ ടു കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം പ്രിന്റ് കൊടുക്കും. എന്നിട്ട് ഇവിടെ ജെ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു അല്ലേ. ഇതിനകത്ത് എങ്ങനെ പറഞ്ഞു? പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഡി കോമ എന്ത് പറഞ്ഞു? ഏതാ പ്രിന്റ് ചെയ്യേണ്ടത്? പെർസെൻറ്റേജ് ഡി വേണ്ട, നമുക്കിവിടെ പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്? സ്റ്റാർ സിമ്പിൾ പ്രിന്റ് ചെയ്താൽ മതി അല്ലേ. ഒരു ആസ്ട്രിക്സ് പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ആസ്ട്രിക്സ് കൊടുത്തു അല്ലേ. ആസ്ട്രിക്സ് ആകുമ്പോൾ ഒരു ക്യാരക്ടർ ആയിട്ട് കൊടുക്കാമല്ലോ. ക്യാരക്ടറോടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. മനസ്സിലായോ? അത് പ്രിന്റ് ചെയ്തു. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരു പ്രിന്റ് കഴിഞ്ഞ് പിന്നെ ജെ കഴിയുമ്പോൾ, ജെ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ലൈൻ വരണം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? പ്രിന്റ് ഓഫ് ന്യൂ ലൈൻ പറഞ്ഞു. കണ്ടോ? അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്. ഇവിടെ വന്നു വീണ്ടും ജെ എന്തായിട്ട് ഇനിഷ്യലൈസ് ചെയ്തു? ജെയും 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു അല്ലേ. ജെ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ട് കണ്ടീഷൻ എന്ത് പറഞ്ഞു? ഇവിടെ ജെ ലെസ് ദാൻ ഈക്വൽ ടു ഐ ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. ഇവിടെ വന്നു പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇവിടെ വന്നപ്പോൾ എന്തായി? ഐ ഇൻക്രീസ് ചെയ്ത് എന്തായി? 2 ആയി അല്ലേ. ഇവിടെ വന്നപ്പോഴോ ജെയുടെ വാല്യൂ 2ഉം ഐയുടെ വാല്യൂ 1ഉം ആണ് അല്ലേ. ഐ വേരി ചെയ്തിട്ടില്ല. അപ്പോൾ കണ്ടീഷൻ എന്തായി? ഫോൾസ് ആയി. മനസ്സിലായി? 2 ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അത് ഫോൾസ് ആയി അല്ലേ. അപ്പോൾ ഇവിടെ വന്ന് കണ്ടീഷൻ ഫോൾസ് ആയി. കണ്ടീഷൻ ഫോൾസ് ആയ ഉടനെ പുറത്തു വന്നു. ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? ന്യൂ ലൈൻ വരാൻ പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ലൈനിൽ വന്നു അല്ലേ. അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോവും. ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഐ ഇൻക്രീസ് ചെയ്ത് എത്രയായി? 2 ആയി അല്ലേ. വീണ്ടും ഇവിടെ നിന്ന് റീ എൻട്രി ആണ്. ജെ എന്തായി? റീഇനിഷ്യലൈസ് ചെയ്തിട്ട് എന്തായി? 1 ആയി. ഓക്കെ, ജെ റീഇനിഷ്യലൈസ് ചെയ്ത് 1 ആയി കഴിയുമ്പോൾ ഇവിടെ ആദ്യം ജെ 1 ആയിട്ട് ഒരു പ്രിന്റ് വരും, ജെ 2 ആയിട്ട് ഒരു പ്രിന്റ് വരും. കണ്ടോ? അപ്പോൾ 2 പ്രിന്റ് വന്നു. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും ജെ ഇൻക്രീസ് ചെയ്യുമ്പോൾ 3 ആയി, കണ്ടീഷൻ ഫോൾസ് ആയി, ഔട്ട് ചെയ്യുന്നു, ന്യൂ ലൈൻ വരുന്നു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമാറ്റ് പ്രിന്റിങ്ങോ അല്ലെങ്കിൽ ഫോർമാറ്റ് പ്രിന്റിങ് മാത്രമല്ല, നമുക്കിനിയിപ്പം അറേസ് ഒക്കെ വരുന്ന സമയത്ത് 2 ഡയമെൻഷണൽ അറേ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റോയും കോളവും ഒക്കെ സ്പെസിഫൈ ചെയ്ത് പോകണമെങ്കിൽ ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് തന്നെ നമുക്ക് എന്ത് വെച്ചിട്ട് ചെയ്യാം? വയൽ വെച്ചും ഡു വയൽ വെച്ചും ചെയ്യാം. അല്ലെങ്കിൽ അപ്പുറത്ത് കൊടുക്കുന്നത് ഫോറും അകത്ത് വരുന്നത് വയലും അങ്ങനെയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബാക്കി അടുത്ത പോർഷൻ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. പിന്നെ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും എല്ലാം കൂടെ ചേർത്തിട്ട് എക്സാമ്പിൾ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഓക്കെ, ബൈ, നെക്സ്റ്റ് ടൈം കാണാം.